LDFിലെ വലിയേട്ടനായ CPM-ഉം ചെറിയേട്ടനായ CPI-യും അടിച്ചു പിരിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതൃപദവിയിൽ ഇരുന്നുകൊണ്ട് VD സതീശൻ പറഞ്ഞ ഒരു വാചകമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ LDF ശിഥിലമാകും എന്നായിരുന്നു ആ പ്രവചനം. മൂന്നാം തുടർഭരണം ഉറപ്പിച്ച് ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന സമയമാണത് എന്നോർക്കണം. അന്ന് സതീശന് വട്ടാണോ എന്നായിരുന്നു കേട്ടവരെല്ലാം ചിന്തിച്ചത്. അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം എങ്ങനെ UDF ഭരണത്തിലേക്കെത്തും, കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 71 സീറ്റുകളെങ്കിലും എങ്ങനെ ഒപ്പിക്കുമെന്ന് ചിന്തിച്ച് അണികൾ പോലും തലപുകയ്ക്കുന്ന സാഹചര്യമായിരുന്നു സംസ്ഥാനത്തന്നുണ്ടായിരുന്നത്. പക്ഷെ സതീശൻ അപ്പോഴും 100+ എന്ന തൻ്റെ നിലപാടിൽ നിന്ന് അണുവിട മാറുന്നുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് പുറത്തു വന്ന് UDF അധികാരത്തിലേറി 3 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ സതീശൻ്റെ അന്നത്തെ വാക്കുകൾ അറം പറ്റുന്നതാണ് കേരളം കാണുന്നത്. ആ ദീർഘവീക്ഷണത്തെ സമ്മതിക്കാതെ വയ്യ. പ്രതിപക്ഷ ഉപനേതൃപദവിയെ ചൊല്ലിയുള്ള തർക്കം LDFിനെ അക്ഷരാർത്ഥത്തിൽ ശിഥിലമാക്കുകയാണ്. പറയുമ്പോൾ ചെറുപാർട്ടികൾ ധാരാളമുള്ള മുന്നണിയാണ് LDF. പക്ഷേ 3 പാർട്ടികൾക്ക് മാത്രമേ നിയമസഭാ പ്രാതിനിധ്യമുള്ളൂ. CPM-ഉം CPI-യും കഴിഞ്ഞാൽ ഒരു MLA-യെ കിട്ടിയത് RJDക്കാണ്. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളെല്ലാം അപ്രസക്തമായിരിക്കുന്നു. ഫലത്തിൽ 3 പാർട്ടികളുള്ള മുക്കൂട്ട് മുന്നണിയായി LDF ചുരുങ്ങിപ്പോയി. CPM-ന് 26-ഉം CPI-ക്ക് 8-ഉം MLA-മാരാണുള്ളത്. കനത്ത തോൽവിയുടെ നാണക്കേടിൽ നിന്ന് അല്പമെങ്കിലും മുഖം രക്ഷിച്ചെടുക്കാനാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി തങ്ങൾക്ക് വേണമെന്ന ആവശ്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ചത്. എന്നാൽ അത് ആദ്യമേ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് CPM-നെ വല്ലാതെ ചൊടിപ്പിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിലെ ആ പ്രതികരണം സത്യത്തിൽ CPI-ക്കും പിന്നീട് തൊല്ലയായി മാറിയെന്നതാണ് സത്യം. കാരണം അതിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാൽ CPI-യുടെ ആവശ്യം നടക്കില്ലെന്ന കട്ടയ്ക്ക് 1 അല്ല 3 തവണ തുറന്നു പറഞ്ഞു പിണറായി. അതിനെല്ലാം ഉരുളക്കുപ്പേരി പോലെ മറുപടിയുമായി ബിനോയ് വിശ്വവും കൂട്ടാളികളും രംഗത്തുമുണ്ട്. 2 ദിവസം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ ഉപനേതൃ പദവി CPM നേതാവിനായിരിക്കുമെന്ന് പിണറായി തുറന്നടിച്ചു. നേരത്തെ സ്പീക്കർ തിരുവഞ്ചൂർ ഈ വിഷയത്തിൽ ഇടപെട്ട് നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. അതെല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. പ്രതിപക്ഷ ഉപനേതാവിന് നിയമസഭയിൽ റൂം അനുവദിക്കുന്നില്ലെന്ന ആരോപണം ഉയർന്ന സമയമാണത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സ്പീക്കർ പറഞ്ഞത് മുറി അവിടെ തന്നെയുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കത്തുമായി വന്നാൽ റൂം അനുവദിക്കും എന്നായിരുന്നു. പിണറായിയുടെ കോർട്ടിലേക്ക് വിവാദത്തിൻ്റെ പന്ത് തട്ടിയിടുകയാണ് അന്ന് തിരുവഞ്ചൂർ നൈസായി ചെയ്തത്. സ്പീക്കറുടെ ഈ വാചകം കടമെടുത്തായിരുന്നു പിണറായിയുടെ കഴിഞ്ഞ ദിവസത്തെ മറുപടി. സ്പീക്കർ പറഞ്ഞതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ആരെന്ന് കാട്ടി പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചത് ആ കത്തിലെ പേര് CPM നേതാവിൻ്റെ ആകുമോ CPI നേതാവിൻ്റെ ആകുമോ എന്നായിരുന്നു. എന്താ സംശയം, CPM നേതാവിൻ്റേത് തന്നെ എന്ന് ഉറച്ച മറുപടിയും പറഞ്ഞു പിണറായി. ഇതോടെ വീണ്ടും CPM CPI പോലെ രൂക്ഷമായി കഴിഞ്ഞു. വീണയ്ക്കെതിരായ ED കേസിലെ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണമാണ് പിണറായിയെ ചൊടിപ്പിച്ചതെന്നാണ് സൂചന. അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം CPI-ക്ക് ഈ പദവി കൊടുക്കില്ലെന്ന് നേരത്തെ തന്നെ പിണറായി പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ വേണമെങ്കിൽ തലേ ദിവസത്തെ വീണയ്ക്കെതിരായ ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾക്കുള്ള മറുപടി പിണറായി കൊടുത്തതാണെന്ന് വ്യാഖ്യാനിക്കാം. അതെന്തുമാകട്ടെ, ഇവിടെ പിണറായിയുടെ പ്രതികരണത്തിന് ബിനോയ് വിശ്വം കൊടുത്ത മറുപടി കേട്ട് സത്യത്തിൽ CPM പോലും അമ്പരന്നു. പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത പ്രതികരണമാണ് പിണറായി നടത്തിയതെന്നാണ് CPI സെക്രട്ടറി ആഞ്ഞടിച്ചത്. ബിനോയ് വിശ്വം അങ്ങനെ പ്രതികരിച്ചതിൽ ന്യായമുണ്ട്. കാരണം അടുത്തിടെ ചേർന്ന LDF യോഗത്തിലുണ്ടായ തീരുമാനം പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് CPM-ഉം CPI-യും ഉഭയകക്ഷി ചർച്ച നടത്തി പരിഹാരം കാണണമെന്നാണ്. അത് ലംഘിച്ച പിണറായിയോടുള്ള രോഷമാണ് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിൽ കണ്ടത്. ഇതോടെ CPM-ന്റെ സകല കൺട്രോളും പോയി. കാരണം കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയായ പിണറായിക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന CPI-യെ മാത്രമേ CPM കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ ആ ഭയമൊക്കെ മാറി. ഇപ്പോൾ LDF-ൽ പുല്ലുവിലയാണ് പിണറായിക്കെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പറയുന്നതിന് മറുപടി കൊടുക്കാൻ CPI അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ CPI-യുടെ ജനറൽ സെക്രട്ടറി D രാജയും പിണറായിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ ഉപനേതൃ പദവി തങ്ങൾക്ക് വേണമെന്ന ആവശ്യം രാജയും ശക്തമായി ആവർത്തിക്കുകയാണ്. LDF നേതൃത്വത്തെ അതൃപ്തി അറിയിക്കാനൊക്കെ CPI ആലോചിക്കുന്നുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി പദവി കിട്ടിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കണമെന്നുള്ള അഭിപ്രായമാണ് പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉള്ളത്. കാരണം ഇത്രയും നാൾ മസിൽ പിടിച്ചിട്ട് അവസാനം വഴങ്ങിയാൽ ഉണ്ടാകുന്ന നാണക്കേട് അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതായി ആ കീഴടങ്ങൾ മാറും.
CPIയെ സംബന്ധിച്ച് ചെയ്യാവുന്ന കടുത്ത നടപടി എന്നത് നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുക എന്നതാണ്. സ്പീക്കറോട് ആവശ്യപ്പെട്ടാൽ സഭയിൽ പ്രത്യേക സീറ്റ് 8 അംഗങ്ങൾക്ക് അനുവദിച്ചു നൽകുകയും ചെയ്യും. അതിലേക്ക് CPI കടക്കുമോ എന്ന് കണ്ടറിയണം. നിലവിലെ സാഹചര്യത്തിൽ മുന്നണി വിടാനുള്ള നീക്കമൊന്നും CPI നടത്തില്ലെന്ന് ഉറപ്പാണ്. അതിനുള്ള ഒരു ധൈര്യം അവർ കാണിക്കില്ല. മറുവശത്ത് CPIയോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാട് തന്നെയാണ് CPM-ലുമുള്ളത്. സതീശൻ ആഗ്രഹിച്ച പോലെ LDF ശിഥിലമാകുമോ എന്നേ ഇനി അറിയാനുള്ളൂ.